കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങൾ കറങ്ങാറുണ്ട്? കൂടുതൽ ആളുകളും കറങ്ങുന്നത് ബീച്ചിലായിരിക്കും. എന്നാലേ കോഴിക്കോട് ബീച്ച് പോലെ തന്നെ നമുക്ക് ഒരു ദിവസം കറങ്ങാൻ പറ്റിയ അതിമനോഹരമായൊരു ബീച്ചുണ്ട്. അതാണ് നമ്മുടെ കാപ്പാട് ബീച്ച്. കോഴിക്കോട് നിന്ന് 18 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 30 രൂപ കൊടുത്താൽ നേരെ ബസ്സിന് ഇവിടെ ഇറങ്ങാം. 2 മണിക്കൂർ ഇടവിട്ട് ഇവിടേക്ക് നേരിട്ട് ബസ്സുണ്ട്. അതുകൂടാതെ കൊയിലാണ്ടി കോഴിക്കോട് ബസ്സിൽ വരികയാണെങ്കിൽ പൂക്കാടോ അല്ലെങ്കിൽ തിരുവങ്ങൂരോ ഇറങ്ങുകയാണെങ്കിൽ ഓട്ടോയ്ക്ക് വരാം. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഞാനിവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല വെയിലുണ്ട്. എന്നാലൊന്ന് കയറി നോക്കാം. ഉച്ചയാണെങ്കിലും ആളുകളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ബീച്ചിൻ്റെ റൂട്ട് മാപ്പ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും. ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയും സീനിയർ സിറ്റിസണിന് 12 രൂപയുമാണ്. പ്രവേശന കവാടം കഴിഞ്ഞ് നേരെ ഈ മുന്നിൽ കാണുന്നതാണ് വാസ്കോ ഡ ഗാമയുടെ ശിലാഫലകം. അദ്ദേഹം ഇവിടെ കപ്പലിറങ്ങിയത് 1698 മെയ് 20-നാണ്. ഈ നല്ല പൊരി വെയിലത്തും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നിരവധി പേരാണ് ഇവിടെ വരുന്നത്. ഈ ബീച്ചിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചാണിത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങളിൽ ഒന്നായതുകൊണ്ടാണ് ഇതിനിവിടെ 6ാം തവണയും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അതുകൂടാതെ എപ്പോഴും ഇവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കാൻ 30ഓളം വനിതകളാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടികൾ കളിക്കാനുള്ള ചെറിയൊരു പാർക്കാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇതിനുള്ളിൽ തന്നെ ചായ, കടി, കൂൾ ഡ്രിങ്ക്സ് എന്നിവയൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. കൂടാതെ നിറയെ കളിപ്പാട്ടങ്ങളുണ്ട്. ആ കാണുന്നതാണ് ശുദ്ധീകരിച്ച വെള്ളം കിട്ടുന്ന സ്ഥലം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അവിടെ പോയിട്ട് കുടിക്കാം. ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാറ്റാടി മരങ്ങളുള്ളതിനാൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല. കുറച്ചു നേരം ഞാൻ തിരകളൊക്കെ നോക്കി അങ്ങനെ നിന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. തട്ടുകടയിൽ നിന്ന് ഉപ്പിലിട്ടം കഴിച്ച് അടുത്ത ബീച്ച് ലക്ഷ്യമാക്കി നീങ്ങി. കടൽക്കാറ്റേറ്റ് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ടാവും അടുത്ത ബീച്ചിലേക്ക്. ആ കാണുന്നത് കൊയിലാണ്ടിയിൽ നിന്നും വരുന്ന ബസ്സാണ്. കൊയിലാണ്ടിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. അവിടുന്ന് 2 ബസ് പല സമയങ്ങളിലായി ഇവിടേക്ക് വരുന്നുണ്ട്. ഇതാണ് മറ്റൊരു ബീച്ച്. ഇവിടെയും അവിടുത്തെ പോലെ തന്നെ നല്ല വൃത്തിയുള്ള ബീച്ചാണ്. ആ കാണുന്നതാണ് തൂവപ്പാറ. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ ഉറുപുട്ടുംകാവ് ക്ഷേത്രം. ആ വഴിക്കാണ് നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോകേണ്ടത്. ഇവിടെ രാത്രി കാലങ്ങളിലൊക്കെ നല്ല പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ്. ഇത് ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിന് ഒരു ദിവസം വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ച ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ബീച്ച് കൂടിയുണ്ട്. അതുകൂടി കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ ഉറുപുട്ടുംകാവ് ക്ഷേത്രം. ഇവിടെയാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം. ഇത് ഉച്ച സമയം ആയതുകൊണ്ടാണ് വാഹനങ്ങളൊക്കെ വളരെ കുറവ്. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ഒരു ബിയർ ആൻഡ് വൈൻ പാർലറുകളൊക്കെ ഉണ്ട്. പിന്നെ കാപ്പാട് ബീച്ച് റിസോർട്ടും ഇവിടെ തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ബീച്ചാണിത്. കടലിൽ തള്ളി നിൽക്കുന്ന വലിയ പാറയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പാറകളാണ് നമ്മൾ ഈ കടൽ കാണുന്നത്. ചുരുങ്ങിയ ചിലവിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റിയ അടുത്തടുത്തുള്ള 3 ബീച്ചുകളാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.